ആലിയക്ഷനകത്ത് നല്ലൊരു ആക്ഷൻ പ്രതീക്ഷിച്ചായിരുന്നല്ലേ? അതെ ആലിയക്ഷ സിനിമക്കകത്ത് അത് പ്രതീക്ഷിച്ചായിരുന്നു. ഞാനും പ്രതീക്ഷിച്ചു. ഞാൻ പറഞ്ഞ ഒരു ബിറ്റ് കൂടെ ഇടാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഡയറക്ടർ എല്ലാവരും പറഞ്ഞു എന്റെ പൊന്നിയേട്ടാ ഇത് തന്നെ മതി, ഇത് കൂടുതലാണ്, നന്നായിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഞാനും പറഞ്ഞത് ഓക്കെ അത് മതിയെന്ന് പറഞ്ഞു. ബാബുചേട്ടൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു എൻട്രി ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ഇടുക്കി കോഡിലും അതെ വിജയേട്ടന്റെ ഒരു മാരേജ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് അങ്ങനെ ഒരു ഫൈറ്റ്, പിന്നെ ചൈൽഡ്ഹുഡ് ഫൈറ്റ് മറ്റേ പയ്യൻ കൊണ്ട് നല്ല ഇടുക്കി ഗോൾഡ്, ഗ്രാൻഡ് മാസ്റ്റർ, പിന്നെ കായംകുളം കൊച്ചുണ്ണി, പിന്നെ RDX, ഉത്തമൻ, അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ. ഇപ്പം മദനോത്സവം, ഒരു ജാതി ജാതകം. എന്റെ ഏറ്റവും വലിയൊരു അഭിനയിക്കുന്ന ഒരു ഇതിൽ സംഭവം ഞാൻ എന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്റെ ആക്ടിങ്. കാരണം ഓരോ കഥാപാത്രങ്ങളും ഞാൻ ഓരോ ബോഡി ലാംഗ്വേജാണ് കൊടുക്കുന്നത്. അപ്പം എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് എല്ലാത്തിനും ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വളരെ കാൽക്കുലേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം വൈശാലിയിലെ രോമപാദനും മദനോത്സവത്തിലെ ആ ക്യാരക്ടർ യാതൊരു ഉണ്ടാവും. അതുപോലെ തന്നെ ചന്തയിലെ സുൽത്താനും ഈ ഭരണകൂടത്തിലെ ക്യാരക്ടറായിട്ട് ബന്ധം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ അപരാനും ഷയനും അങ്ങനെ കുറെ പടങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വൈശാലിയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റാൻ വിളിക്കാൻ വൈശാലിയില് ഭരതേട്ടൻ എന്നെ കാണുന്നതിന് മുമ്പ് ഒരു സ്കെച്ച് ചെയ്തു. ആ സ്കെച്ച് ഞാനോട് ഭയങ്കര മാച്ച്. അപ്പൊ എന്നെ കണ്ടപ്പോൾ ഭരതേട്ടന്റെ മനസ്സിൽ അതാണ് ആദ്യം ഉണ്ടായത്. നായികനെ അതുപോലെ കാസ്റ്റ് വരച്ചതാണ് പറഞ്ഞു. എല്ലാരെയും വരച്ചതാണ്. പക്ഷെ അതുവരെ ആ നായികനെ ആരും കണ്ടിട്ടില്ലായിരുന്നു എന്നൊരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം ആ ഫോട്ടോ അദ്ദേഹം വരച്ചൊരു ഫോട്ടോ വെച്ചിട്ടാണ് പിന്നെ അന്വേഷണങ്ങൾ നടത്തി. ഞാൻ അന്നേരം ഹത്യ എന്ന് പറഞ്ഞൊരു പടം ബോംബെ ചെയ്തോണ്ടിരിക്കുന്നത്, പൂവിന് കുതി വന്നിട്ട് ഹിന്ദി വേർഷൻ. എപ്പോഴാണ് ഇവര് കാസ്റ്റിങ്ങിന് അവിടെ. അപ്പൊ ഒരു ഏജന്റ് ആണ് സുബർണയെ കൊണ്ടുവരുന്നത്. ഋഷി സിംഗിനെ കണ്ടുപിടിച്ചാൽ ഞാൻ ലിൻഡാസ് എന്ന് പറഞ്ഞ ആഡ് ഏജൻസി പോയിട്ട് അവിടുത്തെ പഴയ ആൽബം ഒക്കെ നോക്കി അതിനകത്ത് 5 പേര് സെലക്ട് ചെയ്ത് അതിലൊരാളാണ് ഋഷി സിംഗ്. അതിന്റെ പിന്നെ ഭരതേട്ടന് ഞാൻ തന്നെ വേണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. എനിക്കും വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, വലിയ ക്യാരക്ടറായിരുന്നു. എന്ന് പറഞ്ഞ ചെറുപ്പമാണ്. ഭരതേട്ടനോട് പലരും ചോദിച്ചു ഇയാള് തുടക്കക്കാരനാണ്, വില്ലനായിട്ട് അഭിനയിക്കുന്ന ആളാണ്, എങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ ഭരതേട്ടൻ പറഞ്ഞു അവന് ഈ ഒരു രാജ്യത്തെ രാജാവെന്ന് പറയുന്ന ആ രാജ്യത്തെ ഏറ്റവും നല്ല യോദ്ധാവായിരിക്കണം നിർബന്ധമാണ്. അപ്പോൾ ഒരു യോദ്ധാവിന്റെ ബോഡി ലാംഗ്വേജ് അവനുണ്ട്. അത് ബാക്കി ഞാൻ ജയിച്ചോളാം.